എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിതാ ഒരു ചക്ക പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ പറമ്പിൽ നിറയെ പ്ലാവും ഉണ്ട്, പ്ലാവിൽ നിറയെ ചക്കയുണ്ട്. പക്ഷേ ഈ തവണ ഒരൊറ്റ ചക്ക പോലും മൂത്തത് കഴിച്ചിട്ടില്ല കേട്ടോ. ഇടിയൻ ചക്ക ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ എല്ലാ പ്ലാവിൻ്റെ അടിയിൽ പോയി നിന്ന് നോക്കി അവസാനം എന്താ ഒരു ചക്ക മൂത്ത് കിടക്കണത് കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാ പറിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അമ്മയും ചക്കയായിട്ടൊരു മൽപ്പിടുത്തായിരുന്നു. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ചക്ക വെട്ടാനായിട്ട്. അപ്പോൾ ഈ ചക്ക ഇട്ട് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ അതും ഒരു പാട് കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു ചിലപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കേടായിരിക്കും എന്നിട്ടോ. പക്ഷെ അല്ലായിരുന്നു, നല്ല മൂത്ത ചക്കയായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഇതിനെ പറയുന്നത് മുളഞ്ഞിന്നാണ് കേട്ടോ. ഇത് അമ്മ കളയുന്നത് ഇങ്ങനെയാണ്, ചിരട്ടയും കൊണ്ട് പെട്ടെന്ന് കളയാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം നോക്കിയിട്ട് ഇതാ നമ്മുടെ ജാനകി അവിടെ വന്ന് നോക്കിയിരിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ആൾ പറന്ന് അടുത്ത് വന്നിരിക്കും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ജാനകി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി നമ്മുടെ അമ്മൂട്ടി എത്തിയിട്ടുണ്ട്. ജാനകി എപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നാലും അപ്പം അമ്മവും വന്നിരിക്കും. ഭയങ്കര കൂട്ടാണ് കേട്ടോ ഇവർ രണ്ടുപേരും തമ്മിൽ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ വീഡിയോ കാണുമ്പം സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് അമ്മ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അരിവാൾ കൊണ്ടാണ് ആദ്യം അമ്മ തുടങ്ങിയത്. അത് കഴിഞ്ഞത് വാക്കത്തിയിലേക്ക് മാറ്റി കേട്ടോ. അമ്മയ്ക്ക് ഈസി ഇതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാ അതിൽ നിന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് ചുള പറിച്ചെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ചെയ്യും. പക്ഷേ ഞാനൊരു കഷ്ണം ചക്ക വെട്ടാനായിട്ടൊരു ശ്രമം ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിയിരുന്നു, പാളി പോയിട്ടോ. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ എടുക്കാതിരുന്നത്. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ ചക്ക വെട്ടാൻ എനിക്ക് പറ്റണില്ല. ഇതുപോലെ ചുള പറിച്ചിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പഠിക്കണം എന്നുണ്ട് അത്, പക്ഷേ ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല. നമ്മുടെ അമ്മമാരൊക്കെ എന്ത് പെട്ടെന്നാലേ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നും. ഇവരെയൊക്കെയൊന്നും എങ്ങനെയാണ് ഇവർ ചെയ്യണം? അമ്മയ്ക്കൊരു 15 മിനിറ്റ് കൊണ്ട് എത്ര വലിയ ചക്കയാണെങ്കിലും ഒന്ന് കട്ട് ചെയ്തതാണ് ഇതുപോലെ ഈസി ആയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നല്ല മൂത്ത ചക്കയായിരുന്നു. അപ്പോൾ പുഴുക്ക് വയ്ക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. കുറേ ദിവസമായിട്ടോ ഞാൻ അമ്മേനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ചക്ക കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നി തുടങ്ങി. കാരണം ഓരോരുത്തരിടുന്ന റെസിപ്പീസ് കാണുമ്പോൾ ഒന്നും കൂടി എനിക്ക് കൊതിയാവും. അമ്മ അതുകൊണ്ട് എല്ലാ ദിവസവും മിക്ക പ്ലാവിൻ്റെ അടിയിൽ പോയി നോക്കുന്നുണ്ട് ഏതെങ്കിലും മൂത്ത് തോരണം ഉണ്ടോയെന്ന് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം വളരെ താമസിച്ചാണ് നമ്മുടെ ചക്കയൊക്കെ മൂത്ത് കിട്ടിയത്. അങ്ങനെ എന്തായാലും നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുറേ പേര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ട് അമ്മേനെ ഒന്ന് വീഡിയോയിൽ കാണിക്കുമെന്ന് കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് നമ്മുടെ ആരാധ്യക്കുട്ടിയുടെ അമ്മ ചോദിച്ചു, അമ്മയുടെ വോയിസൊക്കെ ഒന്ന് വീഡിയോയിൽ ഇനി ഉൾപ്പെടുത്തണേ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനായിട്ടൊരു മറുപടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്മ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. കുട്ടികളെ, നിങ്ങളുടെ വീഡിയോ ഒക്കെ അമ്മ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും നന്നായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എല്ലാവരോടും. പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ വോയിസ് ഒന്ന് കൊടുത്തു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വരട്ടെ, ഞാൻ എന്തായാലും കൊടുക്കാം, കുറച്ചും കൂടെ കഴിയട്ടെ എന്നാണ് കേട്ടോ പറഞ്ഞത്. കുറേ നാൾ മുമ്പൊക്കെ 7 മണിയായി കഴിഞ്ഞ് അമ്മ നാമം ചെല്ലലും ജോലിയൊക്കെ തീർത്തിട്ട് ടി വിയിൽ കോമഡി പ്രോഗ്രാമാണ് കേട്ടോ ഇഷ്ടം. അത് കണ്ടുകൊണ്ടിരുന്ന അമ്മയാണ്. ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് നമ്മുടെ വീഡിയോസാണ് കേട്ടോ എല്ലാവരുടെയും ഇരുന്ന് കാണുന്നത്. അപ്പോൾ ഇതാ ചക്കയൊക്കെ അമ്മ വെട്ടി ഇതുപോലെ നുറുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഴുക്കാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരുപാട് ചേർക്കുന്നില്ല, പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലേ പുഴുക്കൊക്കെ തയ്യാറാക്കി കഴിക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇന്നിവിടെ ഒന്ന് കാണിക്കുന്നത്. കുറച്ച് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുക്കിൽ ചക്കക്കുരുവും കൂടി ഇട്ട് കഴിക്കാൻ. അപ്പോൾ ചക്കക്കുരു പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ടാണ് കേട്ടോ ഒരുമിച്ചിട്ടത്. കാരണം അമ്മയ്ക്കറിയാം ഓരോ പ്ലാവിലെ ചക്കയുടെ വേവും ചക്കക്കുരു എങ്ങനെയാണ് ഇതെല്ലാം ബൈഹാർട്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഒരുമിച്ചിട്ടോളാൻ പറഞ്ഞു. അതൊരുമിച്ച് വെന്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, കാരണം ഇനി ചക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങുമെന്നൊന്നും അറിയില്ല. പക്ഷേ അമ്മ പറയുന്നത് ചക്കയിൽ നിന്നൊക്കെ വെള്ളം അങ്ങനെ വരുന്നത് മഴക്കാലം വന്നു കഴിയുമ്പോഴാണത്രേ ചക്കയിൽ അങ്ങനെ വെള്ളം കയറുന്നതെന്ന് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഞാൻ ചേർത്ത് കൊടുത്തുള്ളൂ. എന്നിട്ട് ഇതാ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കുള്ള നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കണം. അപ്പോൾ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. പുഴുക്കിനൊക്കെ നല്ലോണം നാളികേരം വേണം. പിന്നെ ഇതാ ചെറിയുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയുള്ളിയും അത്യാവശ്യം കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി
നമ്മൾ ചേർക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, വെളുത്തുള്ളി നമ്മളൊന്ന് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 2 കഷ്ണം വെളുത്തുള്ളിയൊക്കെ ഇടാം കേട്ടോ, പുഴുക്കിന് ടേസ്റ്റ് കിട്ടും. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുകയൊന്നും വേണ്ട നമ്മൾ പുഴുക്കിന്, എന്നാൽ അത്യാവശ്യം അരിയും വേണം. അവിയലിൻ്റെ പാകമല്ല, അതിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണല്ലേ പുഴുക്ക്. ഭയങ്കര ടേസ്റ്റുമാണല്ലേ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയായിരുന്നു കേട്ടോ, കാരണം ഞാൻ കുറച്ച് വെള്ളമേ കൊടുത്തുള്ളൂ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും വേവാനുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അധികം വെന്തിട്ടില്ല. ഈ പുഴുക്കിന് നന്നായിട്ട് വെന്ത് കിട്ടണമല്ലേ, വെന്ത് കുഴഞ്ഞ പോലെയല്ലേ പുഴുക്ക് നമ്മൾ എടുക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും പെട്ടെന്ന് ഈ ചക്ക വെന്ത് കിട്ടി. ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്കത് വേഗം വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തുറന്നു നോക്കി, ഇപ്പം ഏകദേശം ഒരു പാകമായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു അത്. ഇനി നമ്മൾ ഈ പുഴുക്കുണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, നന്നായിട്ട് തവി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കണം. അല്ലാതെ നമ്മളിട്ട് എത്ര വേവിച്ചാലും ആവില്ല. ശരിക്കും ഈ മരത്തിൻ്റെ തവിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ മരത്തിൻ്റെ തവി ഉണ്ടായിരുന്നതിൻ്റെ തവിയുടെ ഒരു നമ്മൾ പിടിക്കുന്ന പിടി ഉണ്ടല്ലോ, അത് ഒടിഞ്ഞു പോയി. 2 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണത്തിൻ്റെ ഒടിഞ്ഞു പോയിട്ടോ. അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടൊക്കെയാണ് ശരിക്കും ചെയ്യാറുള്ളത്. പിന്നെ ഇതാ നാളികേരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂട് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയല്ലേ. മഴ ഇപ്പം പെയ്യുന്ന ന്യൂസിലൊക്കെ കേൾക്കാം. പക്ഷേ ഇവിടേക്കൊന്നും മഴ പെയ്തിട്ടേ ഇല്ല വിഷു കഴിഞ്ഞിട്ട്. വെള്ളമാണെങ്കിൽ ഭയങ്കര പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ശരിക്കും കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലേ, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കൂടിയൊക്കെ. ശരിക്കും വെള്ളം താന്നു തുടങ്ങി. മോട്ടറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം കയറുന്നില്ല. ഇപ്പം 2-3 പ്രാവശ്യം നമ്മൾ അടിച്ചിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ ഓസിലൊക്കെ കൊടുക്കലൊക്കെ നിർത്തിയിട്ടോ. ഇപ്പം നമ്മൾ മഗ്ഗിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ മറ്റോണം നനയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം എത്രയാണ് പോകുന്നതെന്ന് ഒട്ടും നിശ്ചയം ഉണ്ടാവില്ല. അതുകൊണ്ട് പതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലെ മഴ പെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വെള്ളമെങ്ങാനും വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രശ്നമാവും നമുക്ക്. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇത് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. ചൂട് സമയത്ത് പുഴുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ചൂട് കൂടുമെന്ന് നമുക്കറിയാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്, കാരണം കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല. പുഴുക്കൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചില സ്ഥലങ്ങളിൽ ചിലവരിടും. ഞാൻ ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കുന്ന ഒന്ന് തന്നെയാണ് പുഴുക്ക്. വ്യത്യസ്തമായ രീതിയിലായിരിക്കുമല്ലേ ഓരോരുത്തരും തയ്യാറാക്കി കഴിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് എന്താ പറയുക, പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ പുഴുക്കും അതുപോലെ തന്നെ ചക്കരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഒന്നും കൂടി ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ചക്ക പുഴുക്ക് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണമല്ലേ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഈ ചക്കപ്പുഴുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ കണ്ണിമാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പലരും ഈ ചക്കപ്പുഴുക്ക് കഴിക്കുന്നത് പല രീതിയിലാണല്ലേ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഈ പുഴുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം. എനിക്ക് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ മീനോ അതുപോലെ തന്നെ ചിക്കനോ ഒന്നും കഴിക്കാൻ അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് പുഴുക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാ പുഴുക്കൊക്കെ റെഡിയായി കിട്ടി. ഞാനതൊരു പാത്രത്തിനകത്തേക്ക് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഇതാ പെട്ടെന്ന് കട്ട പിടിച്ച് പോവുകയും ചെയ്തു. 2 മിനിറ്റേ ആയുള്ളൂ. അപ്പം ഞാനത് ആ പാത്രത്തിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം പപ്പടമാണ് കേട്ടോ. അത് പണ്ട് കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ്. എനിക്ക് പുഴുക്ക് അതുപോലെ തന്നെ നമ്മുടെ കപ്പ കൊണ്ട് നമ്മൾ ഉള്ളിമുളക് ചതച്ചിട്ടിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമല്ലോ, അപ്പോഴും എനിക്ക് പപ്പടം വേണം അത് കഴിക്കാനായിട്ട്. ഈ അച്ഛൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു. എനിക്കൊന്നും ആ ശീലം കിട്ടിയതാണെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും എന്ത് കഴിക്കുമ്പോഴും പപ്പടം കൂട്ടിയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പപ്പടവും പിന്നെ ചക്കപ്പുഴുക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കട്ടൻ ചായ എടുക്കുമല്ലേ, അത് അവോയ്ഡ് ചെയ്യണ ഒരു കാര്യമില്ല. നല്ല ചൂടാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചൂടെടുത്ത് തുള്ളുമെന്ന് എനിക്കറിയാം. എന്നാലും ചക്കപ്പുഴുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ അതും കൂടെ കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു തൃപ്തി വരുള്ളൂ അല്ലേ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്